ഗൈസ്, ഷൈൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്നാറിലെ കാന്തല്ലൂരിലെ ശർക്കര ഫാക്ടറിയിലാണ്. അപ്പോൾ ഇവിടെ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കരിമ്പൊക്കെ വെച്ചിട്ട് കരിമ്പൊരു മെഷീനിലിട്ട് അത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇത് വേറെ ആക്കി ഇവിടെ കൂട്ടിയിട്ടൊക്കെയാണ്. ഇത് കത്തിക്കാൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ശർക്കര പാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് പിന്നെ ഞാൻ പറയാം, ഈ കരിമ്പിൻ്റെ ഞാൻ കാണിച്ചെന്ന ആ വേസ്റ്റ് വെച്ച് തന്നെയാണ് ഇവിടെ തീ കത്തിക്കുന്നതും. ഞാൻ മെഷീൻ കാണിച്ചു തരാം. ഈ മെഷീൻ അതിൻ്റെ ഇടയിൽ കരിമ്പ് കയറ്റി കൊടുക്കും. അപ്പോൾ ജ്യൂസ് വേറെ ആയിട്ടും കരിമ്പിനാണ്ടേ ഇത് വേറേതായിട്ടും അവർ വേർതിരിച്ച് തരും. അപ്പോൾ അതാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇനി ശർക്കര ഉണ്ടാക്കുന്നതാണ്. പൈസ കണ്ടേ ഇവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കര പാനി അവിടെ നിന്ന് തന്നെ ലിക്വിഡായിട്ട് എടുക്കും. അത് തേൻ പോലെ ഉണ്ടാവും. ചായ കാപ്പിലൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ശർക്കരയാണ്. അതിനാ അവിടെ പറഞ്ഞ ലിക്വിഡായിട്ട് എടുക്കുക. ശർക്കര ഇരിക്കലല്ല, ശർക്കര ചോളത്തിന്റെ തൊട്ടിലോട്ട് പോവാം. നമ്മളിവിടെ കാന്തല്ലൂർ, മൂന്നാർ കാന്തല്ലൂരിലാണ് ഇന്നലെയും കഴിഞ്ഞിരുന്നു. നമുക്കിനി ചോളം തോട്ടത്തിലോട്ടൊക്കെ പോകും. സ്റ്റെപ്പൊക്കെ ഉണ്ട്. സെറ്റ് ഗൈസ്. ക്യാരറ്റ് അല്ലേ ഇത്? ക്യാരറ്റ് ഉണ്ട്. അപ്പുറത്ത് ചോളം. സൂര്യകാന്തി ഉണ്ട് ഗൈസ്. ക്യാരറ്റ് കാണിച്ചു തരാം. സ്ട്രോബെറി ആണ് ചെറിയ സ്ട്രോബെറി, പഴുത്ത സ്ട്രോബെറി ആണ്. ചെറുതായിട്ട് സ്ട്രോബെറി ഒക്കെ പിടിച്ചോളൂ. സ്ട്രോബെറി ആവും. അങ്ങ് അപ്പുറത്ത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. അത് കരിമ്പാണ്. സ്ട്രോബെറി പഴുത്ത് കിടക്കുന്നു. അത് കാണാൻ പറ്റുമോ? വേണ്ടേ, പൈസ ഇവിടെ മണ്ണ് മൂടിയിട്ടിരിക്കുന്നു. താഴോട്ട് പോവാ. കരിമ്പ് കാണിച്ചേരാ. ഇനി അങ്ങ് താഴെ വരെ കരിമ്പാണ് ഗൈസ്. പൈസ എൻ്റെ അനിയനെ കാണിച്ച അനിയൻ ഇവിടെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്. ഇതെന്താണ്? ഇതും കരിമ്പാണെന്ന് തോന്നുന്നു. നമ്മളൊരു കാര്യം കാണിച്ചറിഞ്ഞ്, ഈ ക്യാരറ്റ് നല്ലൊരു നിർത്തിക്കണ്ട. ഇതൊക്കെ ഒരു പ്രത്യേക വ്യൂ തന്നെ. ഇവിടെയൊക്കെ വന്ന് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാൻസ് പോകണമായിരിക്കും. ചെറുതായിട്ട് ഒരു കനാൽ കണക്കത്തെ ഒരു ഇതുണ്ട്, കാണിച്ചത്.
അതെന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റും. ഇതിനൊക്കെ വെള്ളം കിട്ടാനിരിക്കും. ഇനി പൂക്കളുണ്ട്, കാണിച്ചു തരാം. പലതരം പൂക്കളുണ്ട്. അതെ, അപ്പുറത്തെ സൈഡിലും കരിമ്പ് ഇതാക്കിയാണ്. നല്ല വ്യൂ തന്നെ ഗൈസ്. ചോളം കാണിച്ചു തരാം. ചോളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരയ്ക്ക് നല്ല മധുരം, പക്ഷേ മധുരമൊന്നും വേണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ ലൈവായിട്ട് കാണിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാൻ ഒരിക്കലും പോലെ. കാന്തല്ലൂരിലാണ് ശർക്കര ഫാക്ടറി. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാക്കും. നിങ്ങളിപ്പോൾ ചിലർ പോയി കാണും, ചിലർ പോയി കാണില്ല. അതൊന്നും എനിക്കറിയത്തില്ല. പോയാലൊന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ് നിങ്ങൾക്ക് ഫ്രണ്ട് കാണിച്ചു തരാം. ഇവിടെ ഇതാണ് ഫ്രണ്ട് ഗൈസ്. ഇവിടെ കരിമ്പ് ഉണ്ട്. ഈ മെഷീൻ, ആ മെഷീൻ്റെ അകത്ത് ആക്കുമ്പോൾ അതുവഴി അതിൻ്റെ ജ്യൂസ് പോവും. അതാണ് മീൻസ് അവിടുത്തെ അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം ഇല്ല, 3 മാസത്തിന് നമ്മൾ വെളിവെക്കാം. 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 2 വർഷം വരെ വെളിവെച്ച ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇതിലൊന്നും കട 2 വർഷം വരെ ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാമെന്നാണ് അവിടുത്തെ ആൻറ്റി പറയുന്നത്. ഇവിടെ ഉണ്ടായ സ്പൂണ് വൈനുകളും കുപ്പികളും ഇരിക്കുന്നു. ഇതെന്തരാണോ ഇവിടെ ഇലക്ട്രിക് കടയുടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കൊരു സെറ്റ് സൂപ്പർ ചെടി കാണിച്ചു തരാം. നല്ല ചെടിയാണ് ഇവിടെ. നമ്മൾ ശർക്കര എന്തരായെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സെറ്റായി പൊടിയാക്കിയത്. ഇനി എന്താ വെച്ചാൽ നമ്മൾ അതേപോലെ ആക്കിയെടുക്കുന്നു. ശർക്കര കട്ടിക്ക് ഇതാക്കിയെടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ചോളം വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെല്ലാവരും വെളിയിലോട്ട് പോവുകയാണ്. 2 വഴിയുണ്ട്. സ്റ്റെപ്പ് വഴി കയറി പോവാം. നമുക്ക് കയറാം. നമ്മൾ ശർക്കര മുട്ടായി വാങ്ങാനാണ് എന്തോ വന്നിട്ടുണ്ട്. അല്ലേ, ശർക്കര മിഠായി. വെറൈറ്റി ഐറ്റംസ് ആണ്. പോകാൻ പറയില്ല. ഇത് പ്ലെയിൻ ശർക്കരയാണേ. പ്ലെയിൻ ശർക്കര ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് നോക്കാം. കൊള്ളാം. പ്ലെയിൻ ശർക്കര കൊള്ളാം. കറക്റ്റ് നമ്മൾ അവിടെ വാങ്ങാനൊരു ഫീൽ തന്നെ. അടിപൊളി സാധനം. കെമിക്കൽ റിയാക്ഷൻ വന്ന ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാട്ടിലത്തെ ശർക്കരയിലെ പായസം ഉണ്ടാകുന്നത്.
അത് കെമിക്കൽ ആഡ് ചെയ്യുന്നോണ്ട് അങ്ങനെ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ശർക്കര ഉണ്ടാക്കുമ്പോൾ കെമിക്കൽ ആഡ് ചെയ്യും. അതാണ് ചെറിയൊരു ഉപ്പ് പറയുന്നത് എന്നാണ് അവർ പറയണത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ശർക്കര തന്നു കൊള്ളാം. പ്ലെയിൻ ശർക്കര നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരെ ഇവിടെയാണ് ശർക്കര ഫാക്ടറി സന്ദർശനം. ഫാക്ടറി കാന്തല്ലൂർ ഫാക്ടറി ശർക്കര ഫാക്ടറി നല്ല രസമായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാതെ നിങ്ങൾ ഒരിക്കലും പോലെ. മരയൂർ കർഷകൻ ജഡ്ജർ എന്തായാലും വരിക. ശർക്കരയുടെ ടേസ്റ്റ് ഇടുക നൈസ്. അവരത് നിങ്ങൾ വന്ന് കാണുമ്പോൾ ആ ജ്യൂസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മനമറിക്കും. കാരണം അത് വേറൊരു സൈസ് കളറാണ്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ. പക്ഷേ ഇവിടുത്തെ ശർക്കര ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റും മധുരവും എല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മളെ നാട്ടിലത്തേൽ കുമ്മായം ചേർക്കുന്നുണ്ട്. കുമ്മായം അങ്ങനത്തെ പല ഇതുകൾ ചേർത്താണ് തരുന്നത്. അതാണ് ഉപ്പും ഇതൊക്കെ വരുന്നത്. പക്ഷേ ശർക്കര ഫാക്ടറിയിൽ വന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെവിയിലൊന്ന് വെച്ചോട്ട്. ഇത് ഇരുന്നിട്ട് ഒരുമാതിരി സംസാരിക്കാൻ പറ്റുന്നില്ല. ഗൈസ് നമുക്ക് പോവാം. എല്ലാവരും ഉണ്ട് ഗൈസ്. ഇത് നിഹാല, ഇത് ദിയാച്ചി, ഇത് സാബുമ്മ, എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചിട്ട് ഓറഞ്ച്, നല്ല ഓറഞ്ച് ചുമന്ന് പിടിച്ച് വാരി കിടക്കുന്നു. പക്ഷെ തൊടാനും പാടില്ല, പറിക്കാനും പാടില്ല, കണ്ട് ആസ്വദിക്കാൻ മാത്രം. കാണിച്ചു തരാം. എന്തായാലും നമ്മൾ വന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണ്ടേ. അല്ല അടിപൊളി ഓറഞ്ചാണ്. താഴെ ഇവിടെ ആണ് സന്ദർശകർ. പൂവുകളും ഫലങ്ങളും ഇലകളും തുടരുത്, കണ്ടാസ്വദിക്കുക മാത്രം. അത് മാത്രമേ ചെയ്യാവുള്ളൂ. എന്താ ഇതാണ് ഇവിടുത്തെ ഇത്. തൊടാൻ പോലും പറ്റില്ല, അപ്പോഴേ ഇങ്ങ് വരും. കൊച്ചു തെങ്ങ് ഇവിടെ തേങ്ങയൊക്കെ കൈ കൊണ്ട് വെച്ചെടുക്കാം. ഉണ്ടാ ആണ്ടേ, ഇത് ഇത്തിരിയും കൂടെ പൊക്കമാണ്. പക്ഷെ ഇതെൻ്റെ സൈസ്, എൻ്റെ അത്ര പൊക്കെയുള്ളൂ ഈ തെങ്ങിന്. ഞാൻ എൻ്റെ അത് ഈ കയ്യിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഗ്ലൗസൊക്കെ കൊണ്ട് ഭയങ്കര തണുപ്പ്. അപ്പോൾ ഗൈസ് ഇവിടെ ശർക്കര പാനിയും വാങ്ങിയിട്ടുണ്ട്. പാനി നല്ല വില ഗൈസ്, മുടിഞ്ഞ റേറ്റ് ഗൈസ്. നമുക്ക് വണ്ടിയിൽ കൊണ്ട് പോവാം. നമ്മൾ വന്നിട്ടുള്ള ബസ് നിങ്ങൾ കാണിച്ചതിൽ മൂൺ സ്റ്റാറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ട്രാവലർ വെടക്ക് വെക്കൻ മൂൺ സ്റ്റാർ ഹോളിഡേയ്സ്. നമ്മളെ ഹസ്ബി ഇവിടെയൊക്കെ ഒന്ന് ചാടിയാണ്. ഭയങ്കര അലപ്പും വിളിയൊക്കെ ഇപ്പം വലിയ വ്യൂ ഓൺ ചെയ്യുന്നുണ്ട്. ഇത് നല്ല രസമാണ് ഇവിടെ. ഇവിടെ ഇപ്പൊ കാർഡ് ചെയ്യും. മുമ്പ് ഞാൻ എടുത്തില്ല, അത് എടുക്കാൻ പറ്റിയിരുന്നില്ല, ഫോണിൽ ചാർജില്ലായിരുന്നു. ഭയങ്കര അലപ്പ്. നോക്കാം, ഇതിലേക്കൂടെ കുറച്ചങ്ങോട്ട് പോകണം. അവിടെയൊക്കെ നല്ല വ്യൂ ആണ്. നമുക്ക് മറ്റേ സ്ഥലം മഞ്ഞ കറങ്ങിയിട്ട് നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ല രസമുണ്ട്.
ട്രാവലറിലാണ്. പിന്നെ മാറുന്നീ ഒന്ന് കണ്ടാണത്തില്ലല്ലോ കണ്ട് നല്ല തെളിവല്ലായിരുന്നു. അവസാനം പറയാ ഞാനെന്നല്ല പേരുന്നു, ഞാൻ എല്ലാവരും ഫോൺ അടുത്ത് പിടിക്കത്തില്ല. സ്റ്റാൻഡ് വ്യൂ ഉണ്ടോ? വ്യൂ അടിപൊളി വ്യൂ. തേയിലത്തോട്ടം ആസ്വദിച്ച് നിങ്ങൾ കണ്ടോ? ഞാൻ വെച്ച് തരാം. അടിപൊളി വ്യൂ. എൻ്റെ മോനെ കിടുക്ക് സ്ഥലം തന്നെ കേട്ടോ അവിടെയൊക്കെ. നമ്മളെ കേരളത്തിനെക്കാളും ഫോൺ കറക്റ്റ് പിടിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് വേണ്ടടാ. ഫുള്ള് കൃഷിയാ. സോളാർ വള്ളിയുണ്ട്, ചെറുത്തിൻ്റെ വള്ളി ഇതുണ്ട്, കമ്പി. മൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പം അതിനായിരിക്കും. നോക്കൂ, അടുത്ത ശർക്കര ഫാക്ടറി. അപ്പൊ നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങിച്ച് കാണാം. അടുത്ത ശർക്കര ഫാക്ടറിയിൽ ഇറങ്ങി സ്റ്റാൻഡ് എടുത്ത് വെള്ളച്ചാട്ടം. ഇതാണ് നമ്മളെ പോസ്റ്റ് കാണുക. നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ ശരിക്കും. ശർക്കര വെച്ച ഒരു ഐറ്റംസ് ഉണ്ട്, മിഠായി, ശർക്കര മിഠായി, നമുക്ക് തോന്നുന്ന സാധനങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക കാണിച്ചു ഇവിടുത്തെ വ്യൂ കാണിച്ചു. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നിറച്ച് കാട്ടുപോത്ത് തോന്നുന്നുണ്ട്. നമുക്കിനി അടുത്ത ഫാക്ടറിയിൽ പ്ലീസ് അണ്ണാ ശർക്കര എങ്ങനെ ഒരു കിലോ? ഒരു കിലോ 90 രൂപ. ശർക്കര നല്ല ശർക്കര അല്ല ഇത്. നമ്മൾ അവിടെ നിന്ന് കണ്ട ശർക്കര കല്ല ഒരുമാതിരത്തൊരു ഒരു വൃത്തിയായിട്ട് ഒരുമാതിരത്തെ ഒരു സ്മെല്ലും കൊള്ളൂലേ. കരിമ്പിൻ്റെ വേസ്റ്റ് ഇത് ശർക്കര.
നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ വന്നാലും ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്തേ പോകാൻ പോകുള്ളൂ. ഇവിടെ ഒരിക്കലും വരരുത്. ഇത് എന്തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മക്കോയി അതേപോലെ ഒരുമാതിരി വൃത്തിയുടെ സ്മെല്ലാണ്. ഇത് വാങ്ങാതിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് നല്ലത്. വെറുതെ പൈസ കളയണ്ട. ലോക്കലായതുകൊണ്ടാണ് അവർ 90 രൂപയ്ക്ക് 1 കിലോ കൊടുക്കുന്നത്. മറ്റേ സ്ഥലത്തല്ല ബ്രാൻഡ് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും, അധികം വാങ്ങാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൊണ്ട് കാട്ടുപോത്തൊക്കെ നിൽക്കുന്നൊക്കെയാണ്. ഒരു മിനിറ്റ് ഗൈസ്, നിങ്ങൾക്ക് ഞാൻ കരിമ്പ് ജ്യൂസ് എടുക്കുന്ന കാണിച്ചു തരാം. അങ്ങനെ കയറ്റിയാണ് എടുക്കുന്ന. നിങ്ങൾ വാങ്ങണ്ട. കാട്ടുപോത്തിനെ കാണിച്ചു. തോണ്ടില്ല പുലിനായിക്കുന്നുണ്ട്. തോന 10 ഉണ്ട്. 2 അല്ല, അങ്ങോട്ടൊക്കെ നോക്ക് നിങ്ങൾ. വെള്ളല്ല കറുപ്പ് പോണ്ടേ. എടാ കാട്ടുപോത്തല്ലടാ, അത് വേറെ ശർക്കര ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാവല്ലോ. ഇനി ഒരു ശകലം അത്രയും വേണ്ട. നമ്മൾ ചില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലേന്ന് അറിയണമല്ലോ. അരമണേൻ്റെ ചെറിയ കൊള്ളൂലേ. വളരെ കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. അവിടുത്തെ വ്യൂ ഉണ്ടായിരുന്നത് മറയൂർ ശർക്കര. ഒരിക്കലും വരണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കതായിരിക്കും നല്ലത്. വിൻഡോസ് കാണിച്ചിട്ടുണ്ട്. ഛർദിക്കാനെങ്ങാണോ ഒരു പക്ഷേ വരുന്നെങ്കിൽ ഈ കയ്യിലെ ഗ്ലൗസിനെ ഇടാത്തത് എനിക്ക് വീഡിയോ എടുക്കത്തില്ല. അത് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. പ്ലീസ് നമ്മളൊരു ആളിനെ കണ്ടതാണ്. സബ്സ്ക്രൈബറൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതല്ല ചെവി വയ്ക്കുന്ന സാധനമൊക്കെ ഞാൻ ഊരി വെച്ച് നല്ല തണുപ്പാണ് ഇവിടെ. അതയ്യോ നല്ല വ്യൂ. ഒരു വൃത്തിയില്ലാതെ ചെയ്യണത്. നമ്മളെ വണ്ടി തുടങ്ങി. വയസ്സിനകത്ത് എൻ്റെ അനിയനെ കാണിച്ചു തരാം. അനിയൻ ഇതായിരുന്നു നോക്കിയാണ്. ഇതിൽ നോക്കിയാണ്. ഹായ് ആണ്. ഹായ്.
കരച്ചിലിൻ്റെ മൂഡിലാണ്. ഉമ്മ ശർക്കര അങ്ങനെയൊന്നും പറഞ്ഞ് പോയി. ഞാൻ തന്നില്ല. ഇങ്ങനെ വാങ്ങാൻ അതിൻ്റെ ഇടയിൽ കയറി പോയപ്പോൾ ഉമ്മയെ കണ്ടില്ല. അതിൻ്റെ ബഹളമാണ് അവിടെ കേൾക്കണത്. ഉമ്മ ഇല്ലെങ്കിൽ അപ്പോഴേ ഞാൻ ഉമ്മ കരയും. ഒരു മനുഷ്യത്തിന് അത് കൂടുതൽ പാട്. അവിടെ ഒരു കോളേജ് വരെയുണ്ട്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കാന്തല്ലൂർ. കാണിച്ചു തരാം. എന്താ ഇവിടെ വരണതേ ഉള്ളെന്നാണ് തോന്നുന്നത്. നല്ല വളവാണ് ഈ സൂടെയൊക്കെ വരെ. ഇവിടുത്തെ വ്യൂ എനിക്കങ്ങ് പിടിച്ചേട്ടാ. ആകാശമൊക്കെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കഴിച്ച ഒരു സൈപ്പ്. കരിമ്പ് നോക്കുന്ന കാണിച്ചു തരാം. അടുത്ത ദിവസം മൂന്നാറൊക്കെ വന്ന് ശരീരമൊക്കെ വേദന ഉള്ളൂല. അങ്ങനെ നിങ്ങൾ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാക്ടറിയാണ്. ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത്. ഒരു വൃത്തിയായിട്ട് തറ പൊടിഞ്ഞുണ്ടെങ്കിൽ അരച്ചതെടുത്തിരുന്നു. നിങ്ങളാരും ഇത് വാങ്ങണ്ട, അതെനിക്ക് പറയാനുള്ളൂ. ഒരുമാതിരി കൊള്ളൂല. വെള്ളച്ചാട്ടം അതൊക്കെ ഓടമുള്ളതാണ്. ഇവിടെ വന്നാലും ആരും കാലൊന്നും കഴിവില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ വ്യൂ. ജാഥയായിട്ട് നമ്മളെ വീട്ടുകാർ വരെ എഴുതി. വെള്ളച്ചാട്ടം കാണിച്ചു തരാം ഗൈസ്. നേരത്തെ വെള്ളച്ചാട്ടം തന്നെ ഇവിടെ നിന്നാണ് വരുന്നത്. കാണിച്ചു തരാം. ഇവിടെ ഇരിക്കാം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് നടക്കാം, നടന്ന് പോണം. രക്ഷയില്ല. മഞ്ഞിറങ്ങി കാണിച്ചു തരാം. കിട്ടുക്ക് മഞ്ഞ്, നല്ല കിട്ടുക്ക് മഞ്ഞ്, കോട. കിട്ടുക്ക് മഞ്ഞ്. ഇവിടെ മൊത്തം ശർക്കര ഫാക്ടറിയെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എങ്ങും കയറണ്ട ഇനി. പല പല ശർക്കര അപ്പുറത്തോട്ട് പോയി നോക്കാം. അടുത്ത ശർക്കര. ശർക്കര കാണിച്ചേരാം. ഇവിടെ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല എനിക്ക്.
മണ്ണിൻ്റെ പ്രകൃതിയാണ്. ഫുള്ള് ഇതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മൾ പോകും. ഞാൻ ഈ ചെറിയൊരു വ്ളോഗ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലകളിൽ ബെല്ലും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വ്ളോഗ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. ബൈ.